ഹലോ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളിയുള്ള നെല്ലിക്ക സാമ്പാറാണേ. നല്ല ടേസ്റ്റും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാമ്പാറാണ്. അതിനുവേണ്ടി കട്ടിയുള്ളൊരു ചട്ടി എടുത്ത് അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ സവാള അരിഞ്ഞതും പച്ചമുളകും ഇട്ട് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്യാം. അത് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്യുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 4 തക്കാളിയാണ് ഇടുന്നത്, കാരണം നമ്മൾ വാളംപുളിയൊന്നും നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ പുളിക്കനുസരിച്ചുള്ള തക്കാളി ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യമായ മസാലകൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി ഇവയിട്ട് നല്ലവണ്ണം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് അല്പം കായംപൊടി ചേർക്കുക, ഉപ്പ് ചേർക്കുക. അതിനുശേഷം വരിഞ്ഞ് വെച്ച 4-5 നെല്ലിക്ക എടുത്ത് വീണ്ടും അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അല്പം പച്ചമുളക് കീറിയതും ഇട്ട് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതുപോലെ നെല്ലിക്ക നല്ലവണ്ണം വെന്ത് കഴിയുന്ന സമയത്ത് നമ്മൾ നേരത്തെ കൂട്ടി നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പിട്ടതിന് ശേഷം വീണ്ടും ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളകി ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് അല്പം ശർക്കര നീര് ഒഴിച്ച് വീണ്ടും ഒന്ന് സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലവണ്ണം തിളച്ച് ഒന്ന് കുറുകി വന്ന് കഴിയുമ്പോൾ നമ്മുടെ സാമ്പാർ റെഡി. അടിപൊളിയാണ്.